അതെങ്ങനെയാ? അവർക്ക് എന്നോട് സ്നേഹമില്ലല്ലോ. ഓരോ ശരാശരി മുഖമണിക്കാരുടെ എത്രയാകാറ. മഹാദുരന്തത്തിൽ തകർന്ന വയനാടിനെ വീണ്ടെടുക്കാൻ വേണ്ടി ലോകം മുഴുവൻ ഒന്നിക്കുന്ന ഈ സമയത്ത് തങ്ങളാൽ കഴിയുന്ന ചില കാര്യങ്ങൾ ചെയ്യാമെന്ന ഒരു ഉദ്ദേശത്തോടു കൂടി ഒത്തൊരുമിച്ചിരിക്കുകയാണ് പാലക്കാട് വടക്കഞ്ചേരിയിലെ മിമിക്രി കലാകാരന്മാർ. അവരെല്ലാം വിവിധ ജോലികൾ ചെയ്യുന്ന ആളുകളാണ്. ഇന്നത്തെ ഒരു ദിവസം അവധിയെടുത്ത് വയനാടിന് വേണ്ടി ഇന്ന് തെരുവിലിറങ്ങിയിരിക്കുകയാണ്. എങ്ങനെയാണ് നിങ്ങളുടെ ഈ ഒരു പ്രവർത്തനം? അതായത് പലരും പല മേഖലകളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. സാധാരണക്കാരായിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് ഞങ്ങളെല്ലാവരും. പക്ഷേ നമുക്കിങ്ങനെ വയനാടിന് വേണ്ടി പലരും പല കാര്യങ്ങളും ചെയ്യുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ? അങ്ങനെയാണ് ഒരു 500 രൂപ വെച്ച് നമുക്ക് എടുക്കാം. അപ്പോൾ ഞങ്ങളൊരു 8ഓളം കലാകാരന്മാരുണ്ട്. പരമാവധി 4000 രൂപയല്ലേ കൊടുക്കുന്നത്. അപ്പോൾ ഹക്കീമിൻ്റെ ഒരു സജഷൻ വന്നു, ഇടാം നമുക്കൊന്ന് മാറ്റിയിട്ട് ഒരു ചെറിയൊരു മിമിക്രി ഷോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പരമാവധി കളക്ഷൻ കിട്ടിയ ബക്കറ്റ് വരുവാണെങ്കിൽ നമുക്ക് എന്ത് മോശം, നമ്മൾ അതിനുവേണ്ടി ചെയ്യുന്നൊരു കാര്യമാണല്ലോ എന്നുള്ളൊരു തീരുമാനം പറഞ്ഞപ്പോൾ ശരി എന്നാൽ പിന്നെ അങ്ങനെ ആവാമെന്ന് വെച്ചു. എല്ലാവരും അതിനോട് സപ്പോർട്ട് ചെയ്തു. പലരും പല ഭാഗത്ത് വർക്ക് ചെയ്യുന്ന എല്ലാവരും തന്നെ എത്തിച്ചേർന്നു. അപ്പോൾ ഇന്നത് ചെയ്യുമ്പോൾ ഇതിൽ ഏറ്റവും വലിയ കാര്യം പറയുന്നത് ഈ വ്യാപാരികളാണെങ്കിലും നാട്ടിലുള്ളവരാണെങ്കിലും ഞങ്ങളെല്ലാവരും പരിചയമുള്ളവരും അവർ പരസ്പരം തിരിച്ചറിയുന്നവരും കൂടി ആകുമ്പോൾ വളരെ സപ്പോർട്ടായിട്ടാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച ഒരു 4000 രൂപ മാറിയിട്ട് എത്ര എത്തുന്ന അറിയില്ല. ഈവനിങ് വരെ നല്ല കളക്ഷൻ തന്നെയാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ, നമുക്ക് നമ്മളുടെ ആ ഒരു കൂട്ടായ്മയുടെ ഒരു പ്രവർത്തനം നമുക്ക് അവിടെ കണ്ടു കിട്ടിയിട്ടുണ്ട്. കണ്ട നമ്മുടെ ഓരോ സുഹൃത്തുക്കൾ കൊണ്ടുവന്ന് ഇടുന്നത് നമ്മളുടെ ഈ നാട്ടിലുള്ള എല്ലാവരും നമ്മളെ അറിയുന്നതുകൊണ്ട് അവർ നമ്മളോട് നല്ല സഹകരണമാണ്. വലിയൊരു സ്വീകാര്യത തന്നെ ഉണ്ടാവുന്നത്. അതെ, എല്ലാവരും നല്ല സപ്പോർട്ടാണ്. എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണെങ്കിലും കണ്ടു പരിചയമുള്ള മുഖമാണ്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ അവർക്ക് കഴിയുന്നത് അവർ സഹായിക്കുന്നുണ്ട്. വർഷങ്ങളായിട്ട് മിമിക്രി കലാരംഗത്തുള്ളവരാണ് ഈ നാട്ടിൽ വടക്കഞ്ചേരിയിൽ. അപ്പോൾ ഞങ്ങളൊക്കെ സാധാരണ രീതിയിൽ പോലെ എല്ലാവരും സഹായിക്കും. പക്ഷേ ഞങ്ങൾ മിമിക്രി ആർട്ടിസ്റ്റ് ഞങ്ങൾ കോൺട്രിബ്യൂഷൻ വേണമെന്ന് തോന്നി. അതുകൊണ്ട് ഞങ്ങൾ ചെറിയ നിങ്ങളുടെ കഴിവിലൂടെ തന്നെ തുക കണ്ടെത്തണം എന്നുള്ളൊരു ഉദ്ദേശം. അതായത് ഉദ്ദേശങ്ങളാണ്. ചെറിയ പെർഫോമൻസും വെച്ചുകൊണ്ട് ഞങ്ങൾ നല്ല സഹകരണമാണ്. ഞങ്ങൾ പ്രതീക്ഷ അപ്പുറത്തെ സഹകരണമാണ്. ഇതിലെ ഏറ്റവും വലിയ കാര്യം പറയുന്നത് ഇതിനകത്ത് നമുക്ക് വേണ്ടി സൗണ്ട് സിസ്റ്റം ഒരു സുഹൃത്തിനോട് ഞാൻ പറഞ്ഞപ്പോൾ അവർ തീർച്ചയായും സൗജന്യമായിട്ടാണ് അത് വിട്ടു നൽകിയത്. മറ്റൊരാളുടെ വകയായിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഫ്ലക്സ് അടിച്ച് തന്നു. അതുപോലെ ഓരോ കാര്യങ്ങളും നമുക്ക് ചെയ്തു തരികയാണ്. അപ്പം നമ്മളുൾപ്പെടെ നമ്മൾ ചായ കുടിക്കാൻ പോലും ഒരു പൈസ പോലും എടുക്കുന്നില്ല. അപ്പോൾ ഇതിൽ കിട്ടുന്ന കളക്ഷൻ എത്രയാണോ ആ 1 രൂപ തൊട്ട് അവസാനിക്കുന്നതുണ്ടെങ്കിൽ അതുൾപ്പെടെ നമുക്ക് CMDRF ഫണ്ടിലേക്ക് കൈമാറുക എന്നത് മാത്രമാണ് ലക്ഷ്യം. കഴിവിലൂടെ ഈ വയനാടിനെ വീണ്ടെടുക്കുക. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഓരോ കടകളിൽ പോകുമ്പോൾ തന്നെ അവർ പറയുന്നത് ഈ സന്നദ്ധ സംഘടനകൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് കാശ് എന്ന് പറയുമ്പോഴും നമ്മൾ ബക്കറ്റൊക്കെ പോകുമ്പോൾ വളരെ ആത്മാർത്ഥതയോടുകൂടി അവരുള്ള കാശ് 10 രൂപയായാലും 20 രൂപയാലും തന്ന നല്ല പ്രോത്സാഹനം ഉണ്ട്. ഇതെന്നായാലും നിങ്ങൾ ഈ ഒരു വടക്കഞ്ചേരിയിലെ ഒരു മിമിക്രി ട്രൂപ്പ് ഇതുപോലെ ഒരു സംരംഭം തുടങ്ങിയ നല്ല കാര്യം എന്നുള്ള ഒരു ആവേശമായിട്ടുള്ള ഒരു പ്രശംസ തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിന് മുമ്പ് ഇങ്ങനെ ഒത്തുകൂടി ഒരു സംഘടന പോലെ ഉണ്ട്? ഇല്ല, ഞങ്ങൾ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ മറ്റ് രീതിയിലൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇതിപ്പോൾ കേരളക്കരയെ സംബന്ധിച്ചിടത്തോളം ഇത് ജാതിഭേദമന്യേ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഒരുപാട് ജില്ലകളിൽ മറ്റു രീതിയിലൊക്കെ പെർഫോമൻസ് ചെയ്യുന്ന കലാ ആർട്ടിസ്റ്റുകളാണ്. ഇപ്പോൾ ഈ പറഞ്ഞ മിമിക്രി ആയിക്കോട്ടെ, മെഗാ ഷോസും ഗാനമേളകളൊക്കെ ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ മറ്റ് ജില്ലകളിലും പോയി ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ഒത്തൊരുമ, ഇതുപോലെ തന്നെ ഈ ഒരു കൈത്താങ് എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം, വയനാടിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അത്യന്താപേക്ഷിതമായതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു ഒത്തുകൂടലിന് കാരണം. ഒരു ഐറ്റം അവതരിപ്പിച്ചിട്ടുണ്ട് അവസാനിപ്പിക്കുക അല്ലേ? വയനാടിന് വേണ്ടി ഒരുമിച്ചല്ലേ? തീർച്ചയായും. ഒരു കാര്യം ചെയ്യും, വോയിസ് ഇമിറ്റേഷൻ അല്ലേ വേണ്ടോ? വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയ വയനാട്ടിൽ ഓരോരുത്തരും ഒരുപാട് വീടുണ്ടാക്കിയതും സമ്പാദിച്ചതും എന്തായാലും അവരുടെ എല്ലാം ഒരു നിമിഷം കൊണ്ട് അവസാനിക്കുക എന്നുള്ളത് ഓർക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. അത് ഞങ്ങൾക്ക് ആർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്തതിനാലാണ് അവർക്ക് വേണ്ടി ഒരു കൈത്താങ്ങാവുക എന്നൊരു ലക്ഷ്യത്തോടെ ഇറങ്ങിയത്. എന്തായാലും ഈ ഒരു സംരംഭം ഞങ്ങൾ വിജയിപ്പിക്കുക തന്നെ ചെയ്യും. വയനാടിനെ നമ്മൾ വീണ്ടെടുക്കും. എന്താ വരട്ടെ. കഴിവ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ വയനാടിനെ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് അവർ വടക്കഞ്ചേരിയിലുള്ള മിമിക്രി കലാകാരന്മാർ ഇപ്പോൾ തെരുവിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അവരാൽ കഴിയുന്ന തുക മുഴുവൻ വടക്കഞ്ചേരി മേഖലയിൽ നിന്ന് അവർ സമാഹരിച്ച് അത് എത്രയും പെട്ടെന്ന് തന്നെ CMDRF ഫണ്ടിലേക്ക് നൽകാനുള്ള ഒരു ഒരുക്കത്തിലാണ് ഈ കലാകാരന്മാരുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് വിനു സിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കലീൻ, റിപ്പോർട്ടർ പാലക്കാട്.